ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് മൊമോസാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഓയിൽ, പിന്നെ 1/4 കപ്പ് പാല് എടുത്തിട്ട് പാല് കൊണ്ടാണ് നമ്മൾ ഈ മൈദ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് പാല് മൈദയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചാൽ മതി. എന്നിട്ടൊരു ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ്, സവോള, മല്ലിയില ഇത്രയും ഒന്നിച്ച് തന്നെ ഇട്ട് ഒന്ന് വഴറ്റണം. ഈ ഇട്ടിരിക്കുന്ന ഒന്നും അധികം അങ്ങോട്ട് കുക്കായി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് പിന്നെ വെജിറ്റബിളും ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഒരു ടേസ്റ്റിന് അത് ഓപ്ഷണലാണ് സോയാ സോസ് 1/2 ടീസ്പൂൺ അതും കൂടി ഒഴിച്ചതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദ കുഴച്ചത് അതെടുത്തിട്ട് അത് ഈ ഒരു വലുപ്പത്തിൽ അതൊന്ന് റൗണ്ടാക്കി പരത്തി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് എടുത്ത് കുറച്ചേ വയ്ക്കാവുള്ളൂ വച്ചിട്ട് അതിങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഫോർക്കിൻ്റെ ഇത് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഒരു ഡിസൈനായിട്ട്, അതായത് ഇത് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ആ മസാല ഒന്നും എണ്ണയിലിടുമ്പോൾ വെളിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ അടുത്തതും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം. 2 സൈഡും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഓപ്പണായി വരില്ല. പിന്നെ ഒരു ഡിസൈനും ആവുമല്ലോ. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലാണ് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. ഫ്ലേവർലെസ് എണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഓരോന്ന് ഈ നമ്മൾ വെച്ചിരിക്കുന്ന മോമോസ് ഓരോന്ന് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.